നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നൊരു സൗന്ദര്യവർദ്ധക വസ്തു തന്നെയാണ് ഒലിവ് ഓയിൽ. അതുപോലെ നമ്മൾ ഉള്ളിൽ ഒലിവ് ഓയിൽ കഴിക്കാറുമുണ്ട്. ഒലിവ് ഓയിൽ സാലഡ്സിൻ്റെയൊക്കെ ഒരു പ്രധാന ഡ്രസ്സിങ് ഏജൻ്റാണ്. നമ്മൾ സാലഡ്സും ഒലിവ് ഓയിൽ ചേർത്ത് കഴിച്ചാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ഭാഗമാണ് ഒലിവ് ഓയിൽ. എങ്കിൽ നമുക്ക് ഇന്ന് അതിൻ്റെ കോസ്മെറ്റിക് സൈഡ് മാത്രം പറയാം. എങ്ങനെയാണ് അത് നമ്മുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുവാനോ അല്ലെങ്കിൽ ബ്യൂട്ടി നിലനിർത്തുവാനോ നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരുവാൻ സഹായിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം സ്കിന്നിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർത്തിക്കുവാൻ ഒലിവ് ഓയിലിന് സാധിക്കും. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. നമ്മൾ സൂര്യപ്രകാശമൊക്കെ ഏറ്റ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഡാമേജ് റിപ്പയർ ചെയ്യുവാനുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒലിവ് ഓയിലുണ്ട്. അതുകൂടാതെ ഒലിവ് ഓയിലിൽ പ്രിമച്യൂർ ഏജിങ് തടയാനുള്ള സ്ക്വാലിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. പിന്നെ റിങ്കിൾസ് കുറച്ച് തരും. ഇതിലൊക്കെ ഉപരി ഇതിന് നമ്മുടെ സ്കിന്നിലെ ഫൈബ്രോബ്ലാസ്റ്റിനെ ഇൻക്രീസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുവാനും അതിൻ്റെ പ്രൊഡക്ഷനും കഴിവുണ്ട്. അപ്പോൾ ഫൈബ്രോബ്ലാസ്റ്റ് എന്താ ചെയ്യുന്നത്? കൊളാജൻ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ സ്കിന്നിൻ്റെ റിങ്കിൾസ് എല്ലാം മാറി സ്കിൻ നല്ല ബെറ്ററായ ഒരു ടെൻസൈൽ സ്ട്രെങ്ത് നന്നായിട്ടുള്ള ടോൺഡ് ആയിട്ടുള്ള സ്കിന്നായിരിക്കുവാൻ ഒലിവ് ഓയിൽ സഹായിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. പിഗ്മെൻറ്റേഷനിലൊക്കെ ഒലിവ് ഓയിലിന് റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റ് പ്രോഡക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് സ്കിന്നിലെ കറുത്ത പാടുകൾ മായ്ക്കുന്ന തരത്തിലൊന്നും ചെയ്യുന്നില്ല എന്നാണ് സയൻറ്റിഫിക് ആയിട്ട് ഉള്ള റിസർച്ച് സ്റ്റഡീസ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ജനറലി ഒലിവ് ഓയിൽ പുരട്ടിക്കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പിഗ്മെൻറ്റേഷൻ മാറ്റാനുള്ള ഏജൻസ് ഒന്നും തന്നെ ഇല്ല. അത് പ്രത്യേകിച്ചും നമ്മൾ ഏജൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ വൈറ്റമിൻ സിയും കോജിക് ആസിഡും അങ്ങനെ നയാസിനമൈഡൊക്കെയാണ് മെയിൻലി അതിനുള്ള ഏജൻസ്. അതൊന്നും ഒലിവ് ഓയിലില്ല. എങ്കിലും എങ്ങനെയാണ് ഇതൊരു ബ്രൈറ്റ്നസ് തരുന്നത് നോക്കാം. ഈ ഒരു ഒലിവ് ഓയിലിൻ്റെ ഒരു പ്രധാന പ്രോപ്പർട്ടി ഉണ്ട്, സ്ക്രബിങ് ഇഫക്റ്റ്, എക്സ്ഫോളിയേറ്റിംഗ് ഇഫക്റ്റ്. അതുള്ളത് കൊണ്ടാണ് ഒലിവ് ഓയിൽ നമ്മൾ പുരട്ടി കുറച്ച് കഴിഞ്ഞ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള പ്രോബ്ലംസ് ഒക്കെ മാറി സ്കിൻ ബ്രൈറ്റ് ആവുന്നത്. പക്ഷെ അതേ കാരണം കൊണ്ട് തന്നെ ഒലിവ് ഓയിൽ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കരുത്. നിരന്തരമായിട്ട് ഒലിവ് ഓയിൽ മുഖത്ത് പുരട്ടരുത്. അത് സ്കിന്നിൻ്റെ ലൈപ്പിഡ് ബാരിയർ ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഔട്ടർ കവറിങ്ങിനെയാണ് ലൈപ്പിഡ് ബാരിയർ എന്ന് പറയാം. ആ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. അവയ്ക്ക് നാശം സംഭവിക്കും എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരുന്നാലും. പക്ഷേ ഇടയ്ക്കൊക്കെ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്കിന്നിന് ആൻറ്റി ഓക്സിഡൻറ്റ് പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്. നമ്മൾ ഉള്ളി കഴിക്കുക കൂടെ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ്, സാലഡ്സിലൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഒലിവ് ഓയിൽ പുറമെ പുരട്ടി കഴിഞ്ഞാൽ ഇങ്ങനൊരു എക്സ്ഫോളിയേഷൻ നടത്തുവാനുള്ള കഴിവുണ്ട്. പിന്നെ കുറച്ച് മോയ്സ്ചറൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. മറ്റു കോമ്പൗണ്ട്സുമായിട്ട് അപേക്ഷിച്ചത് ഒരുപാട് കൂടുതലല്ല, എങ്കിലും ഒലിവ് ഓയിലിന് നമ്മുടെ സ്കിന്നിനെ ജനറലി ബ്രൈറ്റ് ആക്കാനുള്ള കഴിവ് ഇതുകൊണ്ടുണ്ട്. പിഗ്മെൻറ്റേഷൻ കുറയ്ക്കില്ലെങ്കിൽ പോലും. സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് സാംസർ വെൽനസ്.